അവയവത്തിനും അതിൻ്റെതായ വിശേഷതകളുണ്ട്, ഇല്ലേ? 5 പേരല്ല, തള്ളവരല് നല്ലതാ, അല്ലേ? ചില പ്രത്യേക സന്ദർഭത്തിൽ ഇത് ഉപയോഗിക്കും. ഇത്ര ഇതിന്റെ വണ്ണമില്ല ഇതിന്. അതിനാന്ന് വെച്ചാൽ വല്ലപ്പോഴും ചെവി കടിക്കുമ്പോൾ ഒന്ന് ഇടാൻ വേണ്ടിയാ. എല്ലാം ഈ വലിപ്പത്തിലാന്ന് ഇത് കയറുകയല്ല, അല്ലേ? നമ്മുടെ ചെവിയുടെ തുളയനുസരിച്ച് ഈ വിരലും ദൈവം പെട്ടെന്ന് തൂവലൊന്നും കിട്ടിയില്ലേ പെട്ടെന്നൊന്ന് ഇതാന്ന് കയറുകയില്ല, മെനക്കെടാന്നല്ലേ ഉള്ളൂ. ഇതെല്ലാം ദൈവം നമുക്ക് തന്നിരിക്കുന്നതാണ്. എല്ലാ അവയവങ്ങളും ദൈവത്തിന്റെ ദാനമാണ്. അപ്പൊ ഈ പെന്തക്കോസ്തുകാര് ഇങ്ങനെയുള്ള ചടങ്ങുകളൊന്നും പാടില്ല. വലത്തുകാല് വെച്ച് കയറുക, ഇടത്തുകാല് വെച്ചാൽ എന്നാ? അതും ദൈവം തന്ന കാലല്ലേ. ഓരോരോ ചടങ്ങ് ഒപ്പിച്ച് വെച്ചിരിക്കുക. മറ്റ് ചില പ്രിയപ്പെട്ടവരെ കല്യാണമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ആരതി ഒഴിഞ്ഞും ഈ നിലവിളക്കുമൊക്കെ കത്തിച്ച് അതിനോട്ട് കയറ്റുന്നത്. അതിന് പെന്തക്കോസ്തുകാരിപ്പം കണ്ടിരിക്കുന്ന മാതൃക ബൈബിള് കൊടുത്തേച്ച് കയറ്റുക. ഈ ബൈബിള് മേടിച്ച കക്ഷി പിന്നെ ഒറ്റ ദിവസം പോലും ബൈബിള് വായിക്കുകയില്ല. അപ്പൊ പിന്നെ കൊടുത്തിട്ട് തന്നെ സ്തോത്രം. ഓരോരോ ചടങ്ങുകൾ, ഇഷ്ടംപോലെ ചടങ്ങുകളുണ്ട്. ഞാനതെല്ലാം ഇപ്പൊ തന്നെ നിങ്ങളുടെ ചിലരുടെ മുഖത്തിനൊരു മ്ലാനതയും അസ്വസ്ഥതയൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഒത്തിരി ചടങ്ങുകളുണ്ട്. നാട്ടിലൊക്കെ ഞാൻ പറഞ്ഞു പുതിയ വീട് വെച്ച് കഴിയുമ്പോൾ പാല് കാച്ചും. തമിഴ്നാട്ടിലുണ്ടോ എന്ന് അറിയത്തില്ല, എല്ലാം ഇവിടെ ഉണ്ടല്ലോ. പാല് കാച്ചുക, പുതിയ കലം, പുതിയ താവി, പുതിയ അടുപ്പാന്നല്ലോ. എന്നിട്ട് ചെറിയ ക്ലാസ്സിനകത്ത് എല്ലാവർക്കും കൊണ്ട് പാസ്റ്റർമാർക്കും കൊടുക്കുക, അത് നിങ്ങൾ ഇരുന്ന് കുടിക്കുക. ഓരോരോ ചടങ്ങുകളായത്. സ്തോത്രം. ഇതൊന്നും ദൈവമക്കൾക്ക് പാടില്ല. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന ഇങ്ങനെയുള്ള ആചാരങ്ങള്, മോഹങ്ങള്, അനുഷ്ഠാനങ്ങൾ, ഇതൊന്നും ഇനി പാടില്ല. നാം വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണ്. നാട്ടിലൊക്കെ ഉണ്ട് യാത്ര പോകുമ്പോൾ പൂച്ച കുറുകെ ചാടിയാ പിന്നെ പോക്ക് നടക്കുകയല്ല. ഓ ഇനിയിപ്പോ ഇച്ചിരി കഴിഞ്ഞു പോവാ, നശിച്ച പൂച്ചയ്ക്ക് ചാടാൻ കണ്ട. എല്ലാം പ്രാർത്ഥിച്ചായി പറയുന്നത്. ഇതെല്ലാം അങ്ങ് വിടണം. രണ്ടുപേര് തമ്മിൽ നുണയും കൊതിയും പറഞ്ഞുകൊണ്ടിരിക്കുക. അന്നേരം അമ്മാമ്മ ഞാൻ പറഞ്ഞതെല്ലാം സത്യമാ, കണ്ടോ? ഏതാ? ഉള്ള കുരുക്കായി ഒപ്പിക്കുന്ന മുഴുവൻ. പല്ലിയുടെ ഗതികേടിന് അവിടെ വന്നിരുന്നത് ചില ചോണ പറയാ, കണ്ടോ? ഒത്തിരി ഒത്തിരി ഉണ്ട് നമുക്ക് ചടങ്ങുകൾ. സ്തോത്രം. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം ഒരു സാധനം വാച്ചോ മൊബൈലോ കൊടയോ എടുക്കാൻ മറന്നുപോയി, തിരിച്ചു ചെന്നെടുക്കുകയല്ല. അവിടെ നിന്നുകൊണ്ട് വിളിക്കും, തങ്കമ്മേ ആ മൊബൈൽ ഇഞ്ഞു കൊണ്ടുവന്നാട്ടെ. തിരിച്ച് കയറി ചെല്ലുകയല്ല എന്ന് പറഞ്ഞ. പെന്തക്കോസ്തുകാർ ചിലരൊക്കെ ഇത് അനുഷ്ഠിക്കുന്നവരുണ്ട്. ഇതൊന്നും പാടില്ല. തിരിച്ച് നമ്മുടെ വീട്ടോട്ടല്ലേ കയറുന്നേ? അതോ ആ വഴി അങ്ങ് പോവുകയാണോ? നമ്മുടെ വീട്ടിലോട്ടല്ലേ കയറുന്നേ? നാട്ടിലൊക്കെ ഉണ്ട് കിടക്കാൻ നേരത്ത് ചിലര് തെക്കോട്ട് തല വെച്ച് ഉറങ്ങുകയല്ല. ഏതായാലും ഈ പൊട്ടൻ തല എങ്ങോട്ട് വെച്ചാൽ തന്നെ, തെക്കോട്ട് വെച്ചാൽ തന്നെ, വടക്കോട്ട് വെച്ചാൽ തന്നെ, നിന്റെ തലയല്ലേ? ഒത്തിരി ചടങ്ങുകളും ആചാരങ്ങളും ഇത് ഈ പെന്തക്കോസ്ത് വന്നിട്ട് മാറ്റുന്നില്ലെന്നുള്ളതാ വിഷയം. അറിയായ്മയുടെ കാലത്തൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു, നമുക്ക് അറിയത്തില്ലായിരുന്നല്ലോ. വേറെ ഒത്തിരി ഉണ്ട്. ചൊവ്വാഴ്ച ചിലർ കല്യാണം നടത്തുകയല്ല. അതെ, നല്ല ദിവസം. പുസ്തകം പഠിപ്പിക്കുന്ന എന്നും നല്ല ദിവസമാണ്. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം. ഇന്ന് നാം തിങ്കളാഴ്ച എഴുന്നേറ്റ് പറയണം ഇത് യഹോവയുണ്ടാക്കിയ ദിവസം. ചൊവ്വാഴ്ച എഴുന്നേറ്റ് പറയണം ഇത്. അതോ ചൊവ്വാഴ്ച പറയത്തില്ല? ചൊവ്വാഴ്ച പറയാം ഇത് പിശാച് ഉണ്ടാക്കിയാടാ ചൊവ്വാഴ്ച. തിങ്കളാഴ്ച മാത്രമോ ദൈവം
എല്ലാ ദിവസവും നല്ലതാണ്. ഷോമേൽ സാർ ഒരു പാട്ട് പാടി, മലയാളത്തിലാണ്, നിങ്ങൾക്ക് തമിഴിൽ അതിന്റെ ട്യൂണിലുണ്ടെ പാടിക്കൂ. ആ പാട്ടിങ്ങനെ, എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. യേശു ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ, എന്നും നല്ലവൻ. യേശു എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. യേശു ഇന്നലെയും ഇന്നും എന്നും. സംഭവങ്ങൾ കേൾക്കവേ കമ്പമുള്ളിൽ ചേർക്കവേ, സംഭവങ്ങൾ കേൾക്കവേ കമ്പമുള്ളിൽ ചേർക്കവേ, തമ്പുരാന്റെ തിരുവചനം ഓർക്കവേ മോമാകവേ, തമ്പുരാന്റെ തിരുവചനം കവേ മോമാകവേ. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. യേശു ഇന്നലെയും ഇന്നും എന്നും. അപ്പൊ ശ്രദ്ധിച്ചേ, പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, മാമൂലുകളെല്ലാം നിങ്ങൾ മാറ്റണം. കാരണം ഇപ്പോൾ നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാ. നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അടിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തത്താല. ഞാനിപ്പോ 5-6 കൂട്ടം കാര്യം പറഞ്ഞില്ലേ? പറ, മനസ്സിലായില്ലേ? 5-6 കൂട്ടം കാര്യം ഞാൻ പറഞ്ഞില്ലേ വിടേണ്ടത്? ഈ പറഞ്ഞ കാര്യം വല്ലോ നിങ്ങൾ ഈ മാർഗത്തിൽ വന്നിട്ട് അനുഷ്ഠിക്കുന്നുണ്ടായിരുന്നോ? ഇനിയുണ്ടൊത്തിരി. അപ്പുറത്തുകാര് ഇങ്ങോട്ട് വന്ന പറഞ്ഞത്, ആ സൂസമ്മേ, കാര്യമൊക്കെ കാര്യം, സന്ധ്യ കഴിഞ്ഞ് ഇതിലെ മുറ്റത്തൂടെ വെള്ളം കോരിക്കൊണ്ട്. നമ്മളൊരു സഭയിലൊക്കെ മറുഭാഷയൊക്കെ പറയാവുന്നവർ, അതൊക്കെ ശരി. പക്ഷെ സന്ധ്യ കഴിഞ്ഞതിലെ വെള്ളം കോരിക്കൊണ്ട്, അതും പെന്തിക്കോസുകാരാ. അതിനപ്പുറത്തെ വീട്ടുകാരോട് പറഞ്ഞിട്ടേ ഒരു കാര്യം, സന്ധ്യയായ തുണി തല്ലി കഴുകരുത്. കല്ലേ തുണി തല്ലുന്ന ശബ്ദം എന്തോ ചടങ്ങാ. അവർക്ക് നേരം കിട്ടുമ്പോഴല്ലയോ തുണി കഴുകണ്ടേ? അല്ലേ? ഞാൻ പണ്ടൊരു വീട്ടിൽ താമസിച്ചപ്പോൾ അതിനപ്പുറം ഒരു നായരുണ്ടായിരുന്നു. അപ്പം ഞാൻ യോഗത്തിനൊക്കെ പോയിട്ട് ലേറ്റ് ആയിട്ടൊക്കെ വരുമ്പം ചിലപ്പം രാത്രിയിലൊക്കെ ആ തുണി കുത്തി പിഴിഞ്ഞ് കഴിയും. അപ്പം ഈ പുള്ളി ഞാൻ പോയി കഴിയുമ്പോൾ അവിടുത്തെ അമ്മാമ്മയോട് പറയാം, ആ പയ്യനോട് പറയണം സന്ധ്യ കഴിഞ്ഞ് തുണി കഴുകരുതെന്ന്. എനിക്ക് സമയം അന്നേരേ കിട്ടുകയുള്ളൂ. യോഗത്തിനൊക്കെ പോയി ഒരിക്കൽ ഞാൻ തുണി കഴുകിക്കൊണ്ടിരുന്നപ്പം പുള്ളി ഇനി വന്നേച്ച് പറഞ്ഞു, സന്ധ്യക്ക് തുണി കഴുകരുത്. ഞാൻ പറഞ്ഞു, കഴുകുന്നില്ല, നാളെ ഇവിടെ ഇട്ടേക്കാം, വന്ന് കഴുകിയിട്ടേക്കണമെന്ന് പറഞ്ഞു. അല്ല, എന്നെ ചെയ്യാനാ? തുണിയെല്ലാം നാളെ ഇവിടെ ഇട്ടേക്കാം, കഴുകിയിട്ടേക്കണമെന്ന് പറഞ്ഞു. ഓരോരോ ചടങ്ങുകളാ, ആചാരങ്ങളെ. സ്തോത്രം. ഇവിടുത്തെ രീതി അറിയത്തില്ല. ഈ കേരളത്തിലെ, വിശേഷിച്ച് തിരുവിതാംകൂറിലൊക്കെ ഈ വെട്ടില് പച്ചക്കുതിര ദേഹത്ത് വന്ന് കാശ് കിട്ടാനാന്ന് പാഷയുടെ ദേഹത്തൊരു, അവിടെ പച്ചക്കുതിര എന്നാ പറയുന്നത്, ഇവിടെ എന്നാ പറയുന്നത്? വീട്ടില് വലുത് ഇങ്ങനെ കാലുള്ള ഇങ്ങോട്ടൊന്ന് കിട്ടാനുണ്ടല്ലോ. ഉണ്ടോ? ഇല്ല, ബന്ധുക്കോസുകാരായി പറയാൻ. സ്തോത്രം. ചുമ്മാ ആവശ്യമില്ലാത്ത ആചാരം. എന്തുവാ രണ്ടുപേരൂടെ പറഞ്ഞു ചിരിച്ച്? ഏതാണ്ട് പറഞ്ഞു. എന്തുവാ പറഞ്ഞു? വീട്ടിൽ വന്നെന്നാന്നോ? വീട്ടിൽ പോയെന്നാന്നോ? സ്തോത്രം.
ചിലര് കൈയുടെ വെള്ള ചൊറിഞ്ഞാൽ മതി, അല്ല തേച്ചു കുളിക്കാഞ്ഞിട്ടല്ല, ഉള്ള അഴുക്കെല്ലാം പറ്റി ചുമ്മാ ഇരുന്നങ്ങ് ചൊറിയ പറയാ, തേച്ചു കുളിക്കാഞ്ഞിട്ട് പറയാ കാശ് കിട്ടാനാണ്, കാശ് കൊടുത്ത് സോപ്പ് മേടിക്കണം അതിനാ. ഒത്തിരി 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 ആചാരങ്ങൾ അറിയായ്മയുടെ കാലത്തെ ഇഷ്ടംപോലെ ഉണ്ട്. ചിലര് പെന്തിക്കോസുകാർ തന്നെ പറയും, സന്തോഷം കൊണ്ട് ചിരിച്ച് നമ്മൾ സരസമായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ചിലർ ചിരിക്കും. ഒന്നേ ചില പറയാം അധികം ചിരിക്കരുത്, കാരണം കരയൂ. ഇനി മനുഷ്യ ജീവിതത്തിലുള്ളത് ആ ചിരിയും കരച്ചിലും അല്ലെങ്കിൽ സന്താപവും സന്തോഷവും ദാരിദ്ര്യവും ദുഃഖവും ഞെരുക്കും, ഇതൊക്കെ ജീവിതത്തിലുള്ളതാ. അതിന് രക്ഷിക്കപ്പെട്ട പെന്തിക്കോസുകാരൻ അധികം ചിരിക്കരുത്. അതിന് അധികം ചിരിച്ചു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ ഒത്തിരി ആചാരങ്ങളുണ്ട് ഇങ്ങനെ. അങ്ങനിരിക്കുമ്പോ അയ്യോ എന്റെ കൊച്ചൻ എന്നെ പറ്റി, കൊച്ചൻ പറയുന്നത് നിന്നെ പോലെ ഒരു വാറതാൻ എന്നെ പഠിപ്പിച്ചുമില്ല, പഠിക്കാൻ വിട്ടുമില്ല, അതാ കൊച്ചൻ പറയാൻ. ചുമ്മാ അല്ല, മൂക്കിനകത്ത് പൊടി കയറിയതല്ല, ചുമ്മാ. ഒത്തിരി ഒത്തിരി ആചാരങ്ങൾ നമുക്കുണ്ട്. നാട്ടിലൊക്കെ പറയും കട്ടിലിരുന്ന് കാലാട്ടരുത്, കട്ടിലിരുന്ന് പിന്നെ മരത്തെ കയറി നാട്ടണോ? കട്ടിൽ ഇച്ചിരി കളരമുള്ള കട്ടിൽ എന്നിപ്പോ കാലം നാട്ടി അതൊരു സുഖമാ ആട്ടി. അതിനെന്നെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ യാത്ര പറയരുത്, അതും പെന്തിക്കോസുകാർ പറയും. ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഒത്തിരി ഉണ്ട്. ഞാനതൊരു 118 കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. സ്തോത്രം. വേറെ ഉണ്ട്. ചെല്ലു പറയാ എന്നാ ഞങ്ങള് പോട്ടെ, ഒരിക്കലും അങ്ങനെ പറയരുത്. വിരുന്ന് വന്നേച്ച് പോട്ടേന്ന് പിന്നെ എങ്ങനെ പറയണം? പോയിട്ട് വരട്ടെ. എന്തിന് 2 ദിവസം നിന്നെന്റെ മാരണം അറിയാം, പിന്നെ നീ പോയിട്ട് ഇങ്ങനെ ഒത്തിരി 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 ആചാരങ്ങൾ. ഞാൻ ഇപ്പൊ ഇതങ്ങ് നിർത്തുക. ഇപ്പൊ ഞാൻ എനിക്കൊന്ന് 5-10 കൂട്ടം കാര്യം പറഞ്ഞില്ലയോ? ഗുണമാകാനാന്ന് ഇതൊക്കെ മതി, അതോ 118 കേൾക്കണോ? പക്ഷെ അത് 118 കേട്ടാലേ ഞാൻ ശരിയാകുള്ളൂ. വേണ്ട, ഈ കേട്ടതങ്ങ് അനുസരിക്കുക. ദൈവത്തിന് മഹത്വം, സ്തോത്രം. അപ്പൊ അറിയായ്മയുടെ കാലങ്ങളാ ഇതെല്ലാം. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ ഇനി മാതൃകയാക്കരുത് ദൈവമക്കൾ. ഞാൻ പെന്തിക്കോസുകാരോടായി പറയാനേ എന്ന് പറഞ്ഞാൽ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മസ്നാനം പ്രാപിച്ച് വേർപാട് പാലിച്ച് തിരുമേശ എടുക്കുന്ന ദൈവമക്കളോടാ ഞാനിത് പറയുന്നത്. ഇങ്ങനെയുള്ള മോഹങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, മാമൂലുകൾ, പിന്തുടർച്ചകൾ അതെല്ലാം വിട്ടുകളയണം. ഒരാളെ ഉന്നം വെച്ചല്ല ഈ പറയുന്നത്. പ്രസംഗിക്കുന്ന ഞങ്ങളും കേൾക്കുന്ന നിങ്ങളും നാം എല്ലാവരും. സ്തോത്രം. 1-ാം അധ്യായത്തിൽ പറയുക, പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കരുത്. കാരണം ഇപ്പോൾ നമ്മൾ ആരാ? ഇപ്പൊ നാം ദൈവമക്കളാ. നേരത്തെ എങ്ങനെ ആയിരുന്നെന്ന് ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 8 മുതൽ ഒന്നുകൂടെ വായിച്ചേ. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 8 മുതൽ താഴോട്ടുള്ള തിരുവെടുത്ത്. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞു, വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് പുതുതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എങ്ങനെ? തമിഴിൽ വായിച്ചേ. நீங்கள் தேவனை அறியாமல் இருந்த போது சுபாவத்தின்படி தேவன் அல்லாதவர்களுக்கு அடிமைகளாயிருந்தீர்கள். இப்பொழுதோ நீங்கள் தேவனை அறிந்திருக்க அல்லது தேவனாலே அறியப்பட்டிருக்க பலனற்றதும் வெறுமையானதுமான അவ்வഴിപാടുകൾക്ക് നിങ്ങൾ മറുപടി. അപ്പോൾ ശ്രദ്ധിക്കുക, എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ, നമ്മുടെ കാര്യമായി ഏതാ? സത്യദൈവത്തെ അറിയാതെ,
സത്യദൈവം ആരാ? യേശു ക്രിസ്തു. നിത്യദൈവം ആരാ? യേശു ക്രിസ്തു. ഏക ദൈവം യേശു ക്രിസ്തു. സാക്ഷാൽ ദൈവം യേശു ക്രിസ്തു. ജീവനുള്ള ദൈവം യേശു ക്രിസ്തു. ഏക ദൈവം യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിനെ ഒരു കാലത്ത് എനിക്ക് നിങ്ങൾക്കും അറിയത്തില്ല. അതുകൊണ്ട് ചത്തുപോയവരെ എല്ലാം ദൈവമാണെന്നും പറഞ്ഞ് നമ്മൾ ഇരിക്കുക. ചത്തുപോയത് നിങ്ങളല്ല ദൈവം. ചത്തുപോയവനല്ല ദൈവം, മരിച്ചു ഉയർത്തവനാ ദൈവം. ചത്തമർത്തിയ ആത്മാക്കൾ ദൈവം എന്നു നിരൂപിക്കേണ്ടാരും. ചത്തമർത്തിയ ആത്മാക്കൾ ദൈവം എന്നു നിരൂപിക്കേണ്ടാരും. 100 ദൈവങ്ങൾ സത്യദൈവം ഒന്നേയുള്ളൂ. 100 ദൈവങ്ങൾ സത്യദൈവം ഒന്നേയുള്ളൂ. ഏക സത്യദൈവമേയുള്ളൂ. ആശികളെ ഏക സത്യദൈവമേയുള്ളൂ. ഭൂവാസികളെ ഏക സത്യദൈവമേയുള്ളൂ. ഏക സത്യദൈവം ഒന്ന്, ഏകരക്ഷിതാവും ഒന്ന്. ഏക സത്യദൈവം ഒന്ന്, ഏകരക്ഷിതാവും ഒന്ന്. ഏക സത്യവേദം ഒന്ന്, ഏകരക്ഷാമാർഗമൊന്ന്. ഏക സത്യവേദ ഏകരക്ഷാമാർഗമൊന്ന്. ഏക സത്യദൈവമേയുള്ളൂ. ഭൂവാസികളെ ഏക സത്യദൈവമേയുള്ളൂ. ഭൂവാസികളെ ഏക സത്യദൈവമേയുള്ളൂ. പഞ്ചഭൂത നിർമ്മാതാവായി വഞ്ചനയില്ലാത്തവനായി. പഞ്ചഭൂത നിർമ്മാതാവായി വഞ്ചനയില്ലാത്തവനായി. കിഞ്ചിൽ നേരം കൊണ്ടാകില്ല സഞ്ചയങ്ങൾ സൃഷ്ടി ചെയ്തോൻ. കിഞ്ചിൽ നേരം കൊണ്ടാകില്ല സഞ്ചയങ്ങൾ സൃഷ്ടി ചെയ്തോൻ. ഏക സത്യദൈവമേയുള്ളൂ. ഭൂവാസികളെ ഏക സത്യദൈവമേയുള്ളൂ. ഭൂവാസികളെ ഏക സത്യദൈവമേയുള്ളൂ. ശ്രദ്ധിക്കുക, ഏക സത്യ ദൈവമായ നിത്യദൈവമായ യേശു ക്രിസ്തു. ഒരു കാലത്ത് സത്യദൈവം ഏതാണെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു. അതാ പൗലോസ് പറയുക, എന്നാൽ അന്ന് നിങ്ങൾ നമ്മുടെ കാര്യമാ ദൈവത്തെ അറിയാതെ, ഏതാ സത്യദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്കെല്ലാം അടിമപ്പെട്ടു. ഈ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്ത ഒത്തിരി എണ്ണമുണ്ട്. എന്ന് പറഞ്ഞാൽ സ്വഭാവം വെച്ച് നോക്കിയാൽ ദൈവമല്ല. ആണോ? അല്ല. അതെങ്ങനെ പറയാം? അടുത്ത കാലത്ത് വാർത്ത കേട്ടതാ, ദൈവത്തിന് കോവിഡ്.
ദൈവത്തിന് കോവിഡ് വരുമോ? ഒരു തള്ള ദൈവം കളിച്ചതാ. ദൈവത്തിന് കോവിഡ് വെന്റിലേറ്ററിലാണ്. ദൈവത്തിന് ശ്വാസം കിട്ടുന്നില്ല. അയ്യോ, ദൈവമല്ലേ ശ്വാസം തന്നത്. ഇപ്പൊ ദൈവം അവിടെ ശ്വാസം ഇല്ലാതെ, അതാ സ്വഭാവത്താൽ അത് ദൈവമല്ല. ദൈവം യാത്ര ചെയ്യുമ്പം സായിപ്പന്മാരെന്തേലും ചോദിച്ചാൽ മറുപടി പറയാൻ ദൈവത്തിന് അറിയത്തില്ല. അതുകൊണ്ട് പരിഭാഷയ്ക്ക് ഒരാള്, ദൈവത്തിന് ഇപ്പം ഭാഷാ പ്രോബ്ലം, ദൈവത്തിന് ലാംഗ്വേജ്, അതാ സ്വഭാവത്താൽ ദൈവമല്ല. സ്തോത്രം, സ്തോത്രം. സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്ത ധാരാളം ആൾക്കാരുണ്ട്. അടുത്ത കാലത്ത് നമ്മൾ കണ്ടത് ആ ദൈവം മാസ്കും ഒക്കെ വെച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് അതിനാ, കാരണം പ്രതിരോധ ശക്തി ദൈവത്തിന് കുറവാ. അസുഖമുള്ള ആരെങ്കിലും വന്ന് ദൈവത്തിന് ഇടയ്ക്ക് വന്നാൽ അണുക്കൾ ഇങ്ങോട്ട്, നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലായിരിക്കും. ഇവരാരും സ്വഭാവത്താൽ ദൈവമല്ല. ദൈവത്തിന്റെ സ്വഭാവ ശ്രേഷ്ഠതയുണ്ട്. ഒന്ന്, അവിടുന്ന് നിത്യനാ. അടുത്ത കാലത്ത് പൊന്തി വന്ന ദൈവം ഒന്നുമല്ല, നിത്യനായ ദൈവമാണ്. സങ്കീർത്തനക്കാരൻ പാടിയിരിക്കുന്നത്, നീ അനാദിയായും ശാശ്വതമായും ഞങ്ങളുടെ ദൈവമാ. സ്തോത്രം. ദൈവത്തിന് 50 വർഷമോ 100 വർഷമോ 1000 വർഷം പഴക്കമല്ല. അവിടുന്ന് അനാദിയായും ശാശ്വതമായും നമ്മുടെ ദൈവമാ. ഈ ആയുസ്സിൽ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം നിത്യനായ അനാദിയായ ശാശ്വതമായ സത്യദൈവത്തെ ഭജിപ്പാൻ ഇടയായതായ ഏറ്റവും വലിയ ഭാഗ്യം. സ്തോത്രം. അവിടുന്ന് സർവശക്തനാ, സർവവ്യാപിയാ, സർവത്തെയും നിർമ്മിച്ചവനാ, സർവത്തിന്റെ മേൽ അധികാരമുള്ളവനാ, സകലത്തിന്റെ മേലും അവിടുന്ന് അധികാരമുണ്ട്. അതാ ദൈവം. ആട്ടെ, ഇന്ന് പലതും കാണുന്നത് മനുഷ്യരും ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം ദൈവം കളിക്കുക. അല്പം ഒരു പവർ ഉണ്ടെങ്കിൽ ഞങ്ങൾ ദൈവം ആകുക. സ്തോത്രം. അവരാരും ദൈവം അല്ല, മനുഷ്യരാ. അപ്പൊ ഒരു കാലത്ത് നമുക്കിത് അറിയത്തില്ല. അന്ന് സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടു ഞാനും നിങ്ങളും. അവരുടെ എല്ലാ അടിമകളായിരുന്നു. അവര് പറയും പോലെ പല കാര്യം നമ്മൾ ചെയ്തതാ, ഗുണമൊന്നും വന്നില്ല. യിരെമ്യാവിന്റെ ഭാഷ പറഞ്ഞ ഒരു ഗുണവും വന്നില്ല. വേറൊരു ഭാഗത്ത് പറയും, ഇതെല്ലാം ചെയ്തിട്ട് മുഖമെല്ലാം വിളറിയിരിക്കുന്നെന്നാ, ഗുണം വരുന്നില്ലല്ലോ. അപ്പോ യാതൊരു പ്രയോജനമില്ലാതിരുന്നു. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടു. അടുത്തത്, ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞിരിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇപ്പോഴത്തെ വിശേഷത എന്നാന്നറിയാമോ? നമ്മളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ അറിയുന്നൊരു ദൈവമുണ്ട്. മാതാപിതാക്കൾ ആരും നിന്നെ അറിയത്തില്ലെങ്കിലും നിന്നെ അറിയുന്നൊരു ദൈവമുണ്ട്. മക്കളെല്ലാം വേണ്ട വിധത്തിൽ നിന്നെ അറിയത്തില്ലെങ്കിലും നിന്നെ അറിയുന്നൊരു ദൈവമുണ്ട്. ആമേ. സ്നേഹിതരും ബന്ധുമിത്രാദികളും ചാർച്ചക്കാരും ആരും നിന്നെ വേണ്ടതുപോലെ അറിയത്തില്ലെങ്കിലും നിന്നെ നല്ലതുപോലെ അറിയുന്നൊരു ദൈവമുണ്ട്. ദൈവദാസന്മാരോട് പറയാ, സകവിശ്വാസികൾ നമ്മളെ വേണ്ടതുപോലെ അറിയത്തില്ലെങ്കിൽ അറിയുന്ന ഒരു ദൈവമുണ്ട്. ദൈവമക്കളോട് പറയാം, ദൈവദാസന്മാർ നിന്നെ വേണ്ടതുപോലെ അറിയത്തില്ലെങ്കിലും നിന്നെ അറിയുന്നൊരു ദൈവമുണ്ട്. ഭാര്യ നിന്നെ പോലെ അറിയുന്നില്ലെങ്കിലും നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഭർത്താവ് നിന്നെ അറിയേണ്ടതുപോലെ അറിഞ്ഞില്ലെങ്കിലും നിരാശപ്പെടേണ്ട, നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞിരിക്കുക. സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് നിരാശപ്പെടുകയൊന്നും ചെയ്യരുത്. നമ്മളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ അവൻ മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവം നമ്മുടെ കൂടെയുണ്ട്. അതല്ലേ ഇമ്മാനുവേൽ. ദൈവത്തിന് സ്തോത്രം. അവിടെ നിന്ന് നമ്മുടെ കൂടെയാ. വാഴ്ത്തിടുമേ, വാഴ്ത്തിടുമേ ഇമ്മാനുവേലേ,
എൻ ജീവകാലം ഈ ചോണിതാലേ ഇമ്മാനുവേലേ എൻ ജീവകാലം ഈ ചോണിതാലേ പാപക്കടലിൽ ശാപക്കുഴിയിൽ പിടഞ്ഞു നീന്തിടവേ പാപക്കടലിൽ ശാപക്കുഴിയിൽ പിടഞ്ഞു നീന്തിടവേ പാപമകറ്റി ശാപം നീക്കി മാർവിലണച്ചവനെ കഷ്ടം നഷ്ടം സർവം ഏറ്റ പിൻപേ നിന്ദാസർ നടന്നിടാമേ കഷ്ടം നഷ്ടം സർവമേറ്റു നീ പിൻപേ നിന്ദാസർ നടന്നിടാമേ വാഴ്ത്തിടുമേ വാഴ്ത്തിടുമേ ഇമ്മാനുവേലേ എൻ ജീവകാലം ഈ ചോണിതാലേ ഇമ്മാനുവേലേ ഈ ചോണിതാലേ. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞിരിക്കുക. നമ്മളെ അറിയുന്ന ഒരു നല്ല ദൈവമുണ്ട്. നിരാശപ്പെട്ടു പോകരുത്, പതറരുത്, ക്ഷീണിക്കരുത്, മടുത്തു പോകരുത്, പിന്മാറരുത്, തളർന്നു പോകരുത്. നിങ്ങളെ അറിയുന്ന ഒരു നല്ല ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതെ, ഓടിച്ചു മുമ്പോട്ട് പോകാം. 1-ാം അധ്യായത്തിൽ പറയുക, പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ ഇനി മാതൃകയാക്കരുത്. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പത്രോസ് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. 2-ാം അധ്യായത്തിന്റെ 8-9 വന്ന് വായിച്ചേ. അവർ വചനം അനുസരിക്കായ്കയാൽ ഇടറിപ്പോകുന്നു, അതിന് അവരെ വച്ചുമിരിക്കുന്നു. അടുത്തത്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം. അപ്പൊ ശ്രദ്ധിച്ചേ, 2-ാം അധ്യായത്തിൽ ഈ വൃതന്മാരോട്, വിശുദ്ധന്മാരോട്, വിശുദ്ധീകരിക്കപ്പെട്ടവരോട്, പരദേശികളാകുന്ന വീണ്ടെടുക്കപ്പെട്ടവരോട്, മുൻപ് ഉണ്ടായിരുന്ന മോഹങ്ങളെ വിട്ട് ഈ മാർഗത്തിൽ വന്നവരോട് പറയുക, നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങളെ വിളിച്ച ദൈവത്തിന്റെ സൽഗുണങ്ങൾ ഘോഷിക്കണം. മനസ്സിലായോ? എന്ന് പറഞ്ഞ അവസരം കിട്ടുമ്പോൾ ലഭിക്കുന്ന സമയമല്ല യേശുവിനെ പറ്റി പറയണം. വേറെ ആരെ പറ്റി ഒന്നും പറയാതിരിക്കുന്നതാ നല്ലത്. കാരണം പറഞ്ഞു വന്ന എന്തേലുമൊക്കെ അപാകതകള്, മനുഷ്യനല്ലേ, ഭർത്താവിനെ പറ്റി അധികം ഒന്നും പറയാതിരിക്കുന്നതാ മിണ്ടുന്നില്ല. കാരണം പറഞ്ഞു വരുമ്പോ എന്തെങ്കിലും എന്നെ താടിക്ക് കൈ സങ്കടപ്പെട്ടിരിക്കുന്നേ. ഭർത്താവിനെ പറ്റി അധികം പറയണ്ട. പറഞ്ഞു കഴിഞ്ഞാൽ എന്തേലുമൊക്കെ ചിലപ്പോൾ വായിന്ന് വന്നെന്ന് വരാം. ഭാര്യയെ പറ്റിയും അധികം ഒന്നും പുകഴ്ത്തണ്ട. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയാൻ പലതും കാണും. എൻ്റെ ഭാഷ അവള് ഒരു കാര്യവും ശ്രദ്ധിക്കുന്നില്ല, എപ്പോഴും കയ്യും മൊബൈലാണ്, എന്തേലുമൊക്കെ പറയും. സ്തോത്രം. മക്കളെ പറ്റി അധികം ഒന്നും പറയണ്ട. നമ്മുടെ കൺമുമ്പ് ചിലപ്പോൾ പമ്മിയൊക്കെ ഇരിക്കും. ഇതൊക്കെ വീടിന് വെളിയിൽ ഇറങ്ങുമ്പോൾ എങ്ങനെയാണ് ദൈവം തമ്പുരാൻ അറിയാം. ആരെ പറ്റി അധികം പറയണ്ട, എന്ന കർത്താവിനെ പറ്റി എപ്പോഴും പറഞ്ഞോണം. യേശുവിനെ പറ്റി എല്ലാവരോടും പറയാം, ഏത് സമയത്തും പറയാം, എവിടെ വെച്ചും പറയാം, ഏത് സന്ദർഭത്തിലും പറയാം. അതുപോലെ ശ്രേഷ്ഠനും യോഗ്യനുമായ യേശു, വിളിച്ചവന്റെ സൽഗുണങ്ങളെ നിങ്ങൾ ഘോഷിക്കണം. സ്തോത്രം. ഏത് സദസ്സിലും പറയാൻ പറ്റുന്നയാളാ യേശു. സ്തോത്രം. മരണ വീട്ടിൽ ചെന്നാൽ നമുക്ക് പറയാം, കർത്താവ് പറഞ്ഞു നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. രോഗി എടുക്ക ചെന്നാൽ പറയാ യേശുവിനെ പറ്റി, യേശു പറഞ്ഞു ഞാൻ നിന്നെ സൗഖ്യമാക്കും. സ്തോത്രം. സ്തോത്രം. വളരെ നിരാശയോടും ഭാരത്തോടും ഇരിക്കുന്നവരോട് പറയാ, കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ആമേൻ, സ്തോത്രം, നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത്. എല്ലായിടത്തും യേശുവിനെ പറ്റി പറയാം. യേശു പാപത്തെ മോചിക്കുന്നവനാ, യേശു രോഗം സൗഖ്യമാക്കുന്നവനാ, യേശു നിരാശ മാറ്റിത്തരുന്നവനാ, യേശു സമാധാനം തരുന്നവനാ, യേശു നിന്നെ രക്ഷിക്കുന്നവനാ, യേശു നിന്നെ വിടുവിക്കുന്നവനാ. ആ കർത്താവിന്റെ ഗുണഗണങ്ങളെ നന്നായിട്ട് ഘോഷിക്കണം. വീട്ടിലെ ജോലിക്ക് വരുന്നവരോട് യേശുവിനെ പറ്റി പറയണം. വേണ്ടേ? ഇത് അവരോട് പറയാൻ വിടവ് അവർക്ക് കൊടുക്കുന്നില്ല, അതുപോലെ അവർക്ക് ജോലി കൊടുത്തോണ്ടിരിക്കുക.
സ്തോത്രം. യേശുവിനെ പറ്റി പറയണം. കുഞ്ഞുങ്ങളോട് യേശുവിനെ പറ്റി പറഞ്ഞു കൊടുക്കണം. പക്ഷേ അവർ ശ്രദ്ധിക്കുകയല്ല. ശ്രദ്ധിക്കുന്ന സമയം ഞാൻ പറയാം, ആ ഭക്ഷണം കൊടുക്കുന്ന സമയത്തെങ്കിലും പറയണം. എഴുന്നേറ്റ് ഓടുകയല്ലോ. ഭക്ഷണം കഴിക്കാൻ കുറഞ്ഞ ഒരു 5 മിനിറ്റ് എങ്കിലും എടുക്കുക. 5 മിനിറ്റ് ഒന്നും അല്ല, ചില നല്ല പെരുക്കുന്നവരുണ്ട്. പ്രാർത്ഥിക്കാൻ ചിലപ്പോൾ 5 മിനിറ്റ് ആയിരിക്കും. ഭക്ഷണത്തിന് മിണ്ടുന്നില്ലല്ലോ ആരും. പിള്ളേരുടെ പറയാ പ്രാർത്ഥിക്കും, അവൻ 5 മിനിറ്റ് എടുക്കുകയല്ല പ്രാർത്ഥിക്കാൻ. ആമേൻ. അതേസമയം ഭക്ഷണം അവൻ്റെ മുന്നിലോട്ട് വെച്ച് കൊടുത്തേ, നല്ല വൃത്തിയായിട്ട് അവനതല്ല, അതിന് സമയമെടുക്കും. അപ്പൊ ആ സമയത്ത് യേശുവിനെ പറ്റി പറയാമല്ലോ. എല്ലാവരോടും പറഞ്ഞോണം യേശുവിനെ പറ്റി. സ്തോത്രം. നിങ്ങളുടെ അമ്മായിയമ്മ ഗുണപ്പെട്ടതല്ല, ഞാനൊരു ഉദാഹരണം പറയാം, ഗുണപ്പെട്ടതല്ല, ക്ഷീണിതയാ, രോഗിയാ, തന്നെ എല്ലാ കാര്യവും ചെയ്യാനൊക്കത്തില്ല. യേശുവിനെ പറ്റി പറയാനുള്ള അവസരം ഞാൻ പറഞ്ഞു തരാം. അമ്മച്ചിയോട് പറഞ്ഞ, അമ്മച്ചി ഞാൻ അമ്മച്ചിയെ കുളിപ്പിക്കാം, എന്നും കുളിപ്പിക്കണം. വെള്ളം ചൂടാക്കി വെട്ടി തിളപ്പിക്കരുത്. 140 ഡിഗ്രി സെൽഷ്യസിൽ തിളപ്പിച്ച അമ്മച്ചിയെ ഒത്തിരി നാൾ കൊണ്ടൊന്ന് കുളിപ്പിക്കണമെന്ന് അങ്ങനെ കുളിപ്പിക്കണ്ട. വെള്ളം പാകമായോ എന്ന് കൈയിട്ട് നോക്കുമ്പോൾ അറിയാം. ആ പരുവത്തിന് കൊണ്ടുചെന്ന് നല്ല തൊണ്ടിട്ട് തേക്കരുത്. അമ്മച്ചി ഒന്ന് തേച്ച് കുളിപ്പിക്കണമെന്ന് ഒത്തിരി നാൾ കൊണ്ട്. എടി, ആ തേങ്ങയുടെ തൊണ്ട് പപ്പാതി മുറിച്ചോണ്ട് വന്ന് നമുക്ക് 2 പേർക്കോട്ടെ അപ്പുറം ഇപ്പുറം അമ്മേനെ ഒന്ന് അങ്ങനെ തേക്കണ്ട. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഞാൻ വാഴയില കീറിയെടുക്കും ചെറുതായിട്ട്, അത് കയ്യിലിട്ട് ഒന്നുകൂടെ ഞെരഞ്ഞപ്പോൾ ഒരു മയം വരും, അല്ലെ ഇഞ്ച, അതൊക്കെയാണ് നല്ലത്. ആയിട്ട് അമ്മച്ചിയുടെ പുറമൊക്കെ ഒന്ന് തേച്ച്, കൈയൊന്നും മഴങ്ങുകയില്ല പ്രായമുള്ളവർക്ക്. അപ്പോൾ പുറമൊക്കെ ഒന്ന് പതുക്കെ തേച്ച് കൊടുത്ത് അത് കുളിപ്പിച്ച്, അപ്പോൾ ഒരു കുറഞ്ഞ ഒരു 10 മിനിറ്റ് എങ്കിലും എടുക്കും. ആ സമയം കൊണ്ട് സുവിശേഷം പറയാം. അമ്മ കുളിച്ച് വൃത്തിയാകുകയും ചെയ്യും. നിനക്ക് സുവിശേഷം മിക്കവാറും അമ്മയെ കുളിപ്പിക്കും ലാസ്റ്റ്. ഇപ്പം അതുമില്ല, എല്ലാം ഹോസ്പിറ്റലുകാർ തന്നെ അവിടെ നിന്നെല്ലാം ഒപ്പിയും തുടച്ചുമല്ല ലാസ്റ്റ്. അങ്ങനെ യേശുവിനെ പറ്റി പറയണം. നല്ല അവസരം ദൈവം തരും. ഒത്തിരി തിയോളജി ഒന്നും ഇറക്കണ്ട. യേശു നിന്നെ സൗഖ്യമാക്കും, യേശു നിന്നെ രക്ഷിക്കും, യേശു ക്രിസ്തു നിന്നെ വിടിവിക്കും, യേശു നിനക്ക് സമാധാനം നൽകും, യേശു നിന്നെ സംരക്ഷിക്കും. ഇത് പറഞ്ഞാൽ മതി. ടൈമായെങ്കിൽ കയറിക്കോളൂ ഇതിനകത്ത്. അപ്പൊ 2-ാം അധ്യായത്തിൽ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കണം. അതെവിടെയും പറയാം, ആരോടും പറയാം. മന്ത്രിമാരോടും പറയാം, MP-മാരോടും പറയാം, അധികാരികളോടും പറയാം, രാജാക്കന്മാരോടും പറയാം, ഭൂമിയിൽ മനുഷ്യനായിട്ടിരിക്കുന്ന ആരോടും പറയാം യേശുവിനെ പറ്റി. കാരണം അവിടുന്ന് സത്യ ദൈവമാണ്. 2-ാം അധ്യായത്തിൽ ആ കാര്യമാണ് ഓർപ്പിക്കുന്നത്, സൽഗുണങ്ങളെ ഘോഷിക്കണം. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ചില കാര്യങ്ങളെല്ലാം വിട്ടുകളയണം. സ്തോത്രം. അതെല്ലാം വിട്ടുകളഞ്ഞ് 3-ാം അധ്യായത്തിന്റെ 8-9 ഒന്ന് വായിച്ചേ. ചില കാര്യങ്ങൾ പ്രാപിച്ചെടുക്കണം. തീർച്ചയ്ക്ക് എല്ലാവരും ഐക്യമത്യവും സഹതാപവും സഹോദര പ്രീതിയും മനസ്സലിവും വിനയബുദ്ധിയും ഉള്ളവരായിരിക്കണം. കണ്ടോ, ദോഷത്തിന് ദോഷം ചെയ്യാതെ, ശകാരത്തിന് ശകരം പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടത് കൊണ്ട് അന്യോന്യം അനുഗ്രഹിക്കുന്നവരായിരിക്കണം. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ അനുഗ്രഹിക്കണം. ആട്ടെ സഹോദരി, ദൈവം അനുഗ്രഹിക്കട്ടെ. ആട്ടെ സഹോദര, ദൈവം അങ്ങനെ പറയണം. അവസരം കിട്ടുമ്പോഴെല്ലാം അന്യോന്യം അനുഗ്രഹിക്കണം. ഇത് അന്യോന്യം പ്രാകുകയും അലക്കുകയും ചെയ്യുക, അങ്ങനെ പറയരുത്. അന്യോന്യം അനുഗ്രഹിക്കണം. ആ 3-ാം അധ്യായത്തിൽ വിശുദ്ധ സ്ത്രീകളെ പറ്റി പറയുന്നുണ്ട്. വിശുദ്ധ സ്ത്രീകൾ എങ്ങനെയായിരിക്കണം? അവര് ഈ ലൗകികമായ ഒരലങ്കാരം അവർക്ക് പാടില്ല, അതവർക്ക് ഇഷ്ടമല്ല. വിശുദ്ധ സ്ത്രീകൾക്ക് ലൗകികമായ അലങ്കാരം, അങ്ങനല്ലേ വായിച്ചേ? നിങ്ങളുടെ 3-ാം അധ്യായത്തിന്റെ 3 മുതൽ വായിച്ചു. നിങ്ങളുടെ അലങ്കാരം
നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം എന്ന് പറഞ്ഞാൽ വിലയേറിയ വസ്ത്രമെന്നാ അവിടെ ഉദ്ദേശിക്കുന്നത്. വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേ ഉള്ളതൊന്നും അല്ല, പിന്നെയോ സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സെന്ന് അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢ മനുഷ്യൻ. അടുത്തത്, അത് ദൈവസന്നിധിയിൽ വിലയേറിയതും ഇങ്ങനെയല്ലയോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ. അപ്പോൾ വിശുദ്ധ സ്ത്രീയുടെ വിശേഷത അവിടെ കൊടുത്തിരിക്കുന്നത്. പൊന്നണിയുന്നതും വിലയേറിയ വസ്ത്രം ധരിക്കുന്നതും അലങ്കാരം ഒന്നുമല്ല വിശുദ്ധ സ്ത്രീകൾക്ക് ഭൂഷണം. സൗമ്യതയും സാവധാനതയും വിശുദ്ധ സ്ത്രീകളുടെ ലക്ഷണം അതാ. അങ്ങനെയുള്ളവരോട് പറയുകയാണ്, ഈ നിലയിൽ നിങ്ങൾ ജീവിക്കണം. എന്നിട്ട് താഴോട്ട് പറയുക, നിങ്ങൾ അന്യോന്യം അനുഗ്രഹിക്കുന്നവരായിരിക്കണം. സ്തോത്രം. 3-ാം അധ്യായത്തിൽ എടുത്ത് പറയുക. 4-ാം അധ്യായത്തിൽ പറയുക, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിക്കരുത്, ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. 4:16. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്, ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കട്ടെ, ഈ മാർഗത്തിൽ വന്നു വരുമ്പോൾ കഷ്ടങ്ങൾ കാണും, പ്രയാസങ്ങൾ, പ്രതികൂലങ്ങളൊക്കെ കാണും. നിരാശപ്പെട്ടു പോകരുത്, ലജ്ജിച്ചു പോകരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അങ്ങനെയുള്ളവരോട് 5:7 പറയുക, അവൻ നിങ്ങൾക്കായി കരുതുന്നവനാണ്. അതുപോലെ തന്നെ അവൻ അന്യോന്യം അനുഗ്രഹിക്കുന്നവരും ുമ്പോൾ പ്രശംസിക്കുന്നവരുമായ പ്രിയപ്പെട്ടവരോട് 5 അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ. നമുക്ക് വേണ്ടി കരുതുന്നൊരു ദൈവമുണ്ട്. ഈ തിരുവെടുത്ത് പഠിക്കുമ്പോൾ തന്നെ സേവിക്കുന്ന, തന്നെ സ്നേഹിക്കുന്ന, തന്നെ ആരാധിക്കുന്ന ദൈവജനത്തിന് വേണ്ടി ദൈവം കരുതി എത്രയെത്ര വിഷയങ്ങൾ. സ്തോത്രം. വാക്യങ്ങൾ എടുപ്പിക്കുന്നില്ല. ഉൽപ്പത്തി പുസ്തകം 22 പഠിക്കുമ്പോൾ ഇസഹാക്കിന് വേണ്ടി ദൈവം ഒരാട്ടുംകുട്ടിയെ കരുതി. നിനക്ക് വേണ്ടി കരുതുന്ന ഒരു നല്ല ദൈവമുണ്ട്. നിനക്ക് വേണ്ടി കരുതുന്ന ഒരു നല്ല ദൈവമുണ്ട്. കാട്ടിൽ പിടിപെട്ട് ഒരാട്ടുകൊത്തൻ അവിടെ കിടക്കുക എന്ന് പറഞ്ഞാൽ, നീ അവിടെ യാഗത്തിന് ചെല്ലുന്നതിന് മുമ്പേ അബ്രഹാമിനോട് പറയുക, അവിടെ ആട്ടിൻകുട്ടിയെ കരുതി ഒരുക്കി വെച്ചിട്ടുണ്ട്. നാം ചെല്ലുന്നതിന് മുമ്പേ നമുക്ക് വേണ്ടി കരുതി വെക്കുന്ന ദൈവം. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകില്ല. ഇസഹാക്കിനെ കണ്ടിക്കാൻ ദൈവം അനുവദിച്ചില്ല, പകരം ഒരാട്ടിൻകുട്ടിയെ കരുതി ദൈവം വെച്ചു. നീ തളർന്നു പോകരുത്, നമുക്ക് വേണ്ടി കരുതുന്നൊരു ദൈവം. 2, ഇസ്മായിലിന് വേണ്ടി ദൈവം വെള്ളം കരുതി വെച്ചു. സ്തോത്രം. കുട്ടിയുടെ മരണം കാണുവാൻ കഴിവില്ലാതെ കുട്ടിയോ രമ്പമ്പാട് ദൂരത്ത് കൊടുങ്കാട്ടിൽ മാറ്റി മരുഭൂമിയിലിട്ടേച്ച് ഹാഗാർ ദൈവത്തോട് നിലവിളിച്ച് ഇങ്ങനെ വായിക്കുന്നു, ദൈവം അവളുടെ കണ്ണ് തുറന്നു, അവളൊരു നീരുറവ കണ്ട് ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു. ഇങ്ങനെ അങ്ങ് ചിന്തിക്കുക. ഇസ്മായിലിന് വേണ്ടി ദൈവം കരുതി, ഇസഹാക്കിന് വേണ്ടി ദൈവം കരുതി, ഇസ്മായിലിന് വേണ്ടി ദൈവം കരുതി. നമ്മുടെ ദൈവം കരുതുന്ന ദൈവമാണ്. ഏലിയാവിന് വേണ്ടി ദൈവം കരുതി വെച്ചു. കർത്താവ് സീദോനോട് ചേർന്ന് സാരഭാത്തിലെ ചെല്ലണം, അവിടെ ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇടത്തോ പ്രതീക്ഷിക്കുന്ന വ്യക്തികളിൽ കൂടിയല്ല ദൈവം കരുതുന്നത്. ഒരിക്കലും ഏലിയാവ് പ്രതീക്ഷിച്ച് കാണുകയല്ല, ഒരു വിധവസ്ത്രീയുടെ കയ്യിൽ ദൈവം എനിക്ക് കരുതി വെക്കുവന്ന്. പക്ഷെ നമ്മുടെ അല്ല ദൈവത്തിന്റെ വഴി. സ്തോത്രം. നമുക്ക് വേണ്ടി കരുതുന്ന നല്ല ദൈവമുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ ഈ പകലങ്ങ് നിർത്തുക. ആമേൻ. കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ശിഷ്യന്മാരെല്ലാം ചിലർ നിരാശപ്പെട്ടു. പത്രോസും ശേഷമുള്ളവരും പറഞ്ഞ് മീൻ പിടിക്കാൻ പോവുക. എല്ലാവരുടെ വലയും പടകും എടുത്ത് മീൻ പിടിക്കാൻ പോയി, ഒന്നും കിട്ടിയില്ല. ദൈവത്തിന് പുലർച്ചയ്ക്ക് അവിടെ ചെന്നേച്ച് പറയാ, കുഞ്ഞുങ്ങളെ കൂട്ടാൻ വല്ലതും ഉണ്ടോ? ആ ഭാഗം നിങ്ങൾക്കറിയാം. അടുത്ത വെള്ളത്തിൽ ചാടി കയറി വന്നു. എല്ലാം വന്ന് നോക്കിയപ്പം കരയ്ക്ക് നല്ല കനൽമേ ചുട്ട മീനും അപ്പവും. ശിഷ്യന്മാർക്ക് വേണ്ടി കരുതുന്ന ദൈവം, നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം. ഇന്ന് പകൽ ആ കരുതുന്ന കർത്താവിന്റെ കരങ്ങൾ നമ്മെ ഒന്ന് സമർപ്പിച്ചേ. പഴയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാമൂലുകളെല്ലാം വിട്ട്
വിശ്വസ്തരും വിശുദ്ധരുമായി ജീവിക്കുവാൻ, കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ, ആമേൻ, ദൈവിക കരുതലുകൾ ഏറ്റെടുക്കുവാൻ. എത്ര കരുതലുകൾ കണ്ടവരായി എന്നെ കേൾക്കുന്നത്. നിനക്ക് വേണ്ടി കരുതുവാൻ, നിന്റെ കുടുംബത്തിന് വേണ്ടി കരുതുവാൻ, തലമുറയ്ക്ക് വേണ്ടി കരുതുവാൻ, ഭാവിക്ക് വേണ്ടി കരുതുവാൻ, ശുശ്രൂഷയ്ക്ക് വേണ്ടി കരുതുവാൻ ദൈവം വിശ്വസ്തനാ. അല്പസമയങ്ങൾ എല്ലാവരും ദൈവത്തിന് മഹത്വം കൊടുക്കുക. നമുക്ക് വേണ്ടി കരുതുന്ന ഒരു നല്ല ദൈവമുണ്ട്. ഇതുവരെ കരുതിയല്ലോ, മേലിലും കരുതുവാൻ ദൈവം വിശ്വസ്തൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ സകല ചിന്താകുലങ്ങളും നിങ്ങൾ അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. നാളുതോറും നമ്മുടെ ഭാരങ്ങൾ ചുമക്കുന്ന ഒരു നല്ല ദൈവം നമുക്ക് സ്വർഗത്തിലുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഈ രാവിലെ ആമേൻ ദൈവകരങ്ങളെ നമുക്ക് സമർപ്പിക്കാം. ഈ ആഴ്ചകളിൽ, വരുന്ന നാളുകളിൽ, വരുന്ന ദിനങ്ങളിലൊക്കെ ദൈവത്തിന്റെ കരുതൽ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇന്ന് പകൽ നമുക്ക് എല്ലാവർക്കും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അല്പസമയങ്ങൾ എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നാളെ കൊണ്ടൻ മനസ്സിൽ ലവലേശം ഭാരമില്ല. നാളെ കൊണ്ടൻ മനസ്സിൽ ലവലേശം ഭാരമില്ല. ഓരോ നാളും ദൈവം എന്നെ പോറ്റും. തന്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു. തന്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു. എന്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ, എന്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ, സാധു ഞാൻ ഈ ചോണി തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്നെന്റെ ഉള്ളം ചൊല്ലുന്നു. ഏതും കാര്യമില്ലെന്നെന്റെ ഉള്ളം ചൊല്ലുന്നു. വൈഷമ്യമുള്ളതുകുന്നും കരകേറി നടകൊള്ളുവാൻ. വൈഷമ്യമുള്ളതുകുന്നും കരകേറി നടകൊള്ളുവാൻ. രക്ഷകനൽ കാലുകൾക്കുവേ തീർന്ന പാതയിൽ ഞാൻ മാനിനെ പോലോടിടും. തീർന്ന പാതയിൽ ഞാൻ മാനിനെ പോലോടിടും. എന്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ, എന്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ, സാധു ഞാൻ ഈ ചോണി തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്നെന്റെ ഉള്ളം ചൊല്ലുന്നു. ഏതും കാര്യമില്ലെന്നെന്റെ ഉള്ളം ചൊല്ലുന്നു. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പറയാം. ഈ പകലെ അല്പസമയം ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ ചില കാര്യങ്ങൾ ചിന്തിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകി. അതിനായി ദൈവത്തിന് മഹത്വം. കർത്തൃദാസന്മാർക്കും ദൈവകുഞ്ഞുങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി. ദൈവം അനുവദിച്ചാൽ വൈകിട്ട് നമുക്ക് വചനം ധ്യാനിപ്പാൻ അവസരം ദൈവം തരട്ടെ. വിശേഷിച്ച് ആദരണീയ കർത്തൃദാസൻ തങ്കരാജ് പാസ്റ്ററെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ശാരീരിക ക്ഷീണമുണ്ടെന്ന് അറിഞ്ഞു, ഓർത്ത് സ്തോത്രം ചെയ്തു. വീണ്ടും പ്രാർത്ഥിക്കാം. ദൈവം ബലപ്പെടുത്തട്ടെ. ആയുസ്സും ആരോഗ്യവും ദൈവകൃപയും വീണ്ടും പകർന്ന് ബലപ്പെടുത്തട്ടെ. എളിയവനെയും ശുശ്രൂഷകളെയും കുടുംബത്തെയും ഓർത്ത് ദൈവമക്കൾ പ്രാർത്ഥിക്കണമെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിക്കുന്നു. ദൈവം അനുവദിച്ചാൽ ഇന്ന് രാത്രിയിലും നാളെ രാത്രിയിലുമൊക്കെ വചനം ധ്യാനിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ആമേൻ.